ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം ആണ് കിണ്ണത്തപ്പം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അരിയൊന്നും കുതിർക്കാതെ തന്നെ അരിപ്പൊടി വെച്ചിട്ട് എളുപ്പത്തിൽ തന്നെ ഈ ഒരു കിണ്ണത്തപ്പം തയ്യാറാക്കി എടുക്കാം. നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് അവർക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. വറുത്ത അരിപ്പൊടിയാണ് നമ്മളിതിലേക്ക് എടുക്കേണ്ടത്. നമ്മൾ ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പഞ്ചസാരയാണ്. അപ്പം ഞാൻ അരിപ്പൊടി എടുത്തിട്ടുള്ള അതേ കപ്പിൽ തന്നെ 1/2 കപ്പ് അളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ 1 ഏലക്കയുടെ കുരു മാത്രം ഒന്ന് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ ഒരു നുള്ള് ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു കിണ്ണത്തപ്പത്തിൻ്റെ മധുരം ഒന്ന് ബാലൻസായി കിട്ടും. അതിലേക്ക് വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ പൊടിച്ച പഞ്ചസാരയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ മിക്സിയിൽ പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ തേങ്ങാപ്പാൽ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. ഇപ്പം ഞാൻ പഞ്ചസാരയും അരിപ്പൊടിയും എല്ലാം ചേർത്തൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്തൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ 1.5 കപ്പ് അളവിൽ തേങ്ങാപ്പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കുറച്ചൊന്ന് കട്ടിയുള്ള തേങ്ങാപ്പാൽ വേണം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു അരിപ്പ ഉപയോഗിച്ചിട്ട് ഇതൊന്ന് അരിച്ച് വേറൊരു ബൗളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോഴത്തേക്കും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഏലക്കയുടെ കുരുവൊക്കെ ഒന്ന് നമുക്കൊന്ന് മാറി കിട്ടും. അതിലേക്ക് വേണ്ടിയിട്ടാണ് ഒന്ന് അരിച്ചെടുത്തിട്ടുള്ളത്. ഇപ്പം നമ്മുടെ കിണ്ണത്തപ്പത്തിന് വേണ്ടിയിട്ടുള്ള മാവൊന്ന് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മുടെ മാവ് ഇരിക്കേണ്ടത്. കുറച്ചൊന്ന് ലൂസായിട്ടുള്ളൊരു പരുവത്തിൽ വേണം മാവ് ഇരിക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ജീരകം കൂടി ഒന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ വേവിക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലേറ്റ് ഒന്ന് റെഡിയാക്കി എടുക്കണം. ഇപ്പോൾ ഞാൻ ഈ ഒരു പ്ലേറ്റിൽ കുറച്ച് എണ്ണ പുരട്ടി വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവൊന്ന് കോരി ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് കട്ടിയല്ലാതെയും അതുപോലെ തന്നെ ഒരുപാട് തിന്നല്ലാത്ത രീതിക്കും വേണം നമ്മളിതൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഈ ഒരു പ്ലേറ്റിൽ 4 തവി മാവ് വരത്തക്ക രീതിയിലാണൊന്ന് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ 2 സെറ്റ് ഒന്ന് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും ഈ ഒരു പ്ലേറ്റിൽ തന്നെ. ഇപ്പോൾ ഞാൻ 4 തവി മാവൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു കട്ടിക്ക് തന്നെ കിട്ടിക്കോളും. ഇത് ഏകദേശം 7 ഇഞ്ച് അളവിലുള്ളൊരു പ്ലേറ്റാണ്. ഇനി നമുക്കിതൊന്ന് വേവിക്കാനായിട്ടൊന്ന് വെക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം നല്ലതുപോലെ ഒന്ന് തിളച്ച് ആവി വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ മാവ് നമുക്ക് ഇഡ്ഡലി പാത്രത്തിലേക്കൊന്ന് വെച്ച് അടച്ച് വെച്ചിട്ട് 15 മുതൽ 20 മിനിറ്റ് വരേക്ക് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് വേവിച്ച് എടുക്കാം. ഇപ്പം ഞാനൊരു 15 മിനിറ്റ് ആയപ്പോൾ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കിണ്ണത്തപ്പമൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. വെന്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു ടൂത്ത് പിക്ക് വെച്ച് ഇതുപോലെ ഒന്ന് കുത്തി നോക്കിക്കഴിഞ്ഞാൽ മാവ് ഒട്ടിപ്പിടിക്കാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വെന്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് തണുത്തതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു കിണ്ണത്തപ്പമാണ്. നമ്മൾ അരി കുതിർക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നമ്മളിതിൽ മുട്ടയൊന്നും ചേർക്കാതെയാണ് കിണ്ണത്തപ്പം റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കാം. അപ്പോൾ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി വെക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ എന്തായാലും തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു, ബൈ.